Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic grinding machines in Module 5 of Machine Tools and Digital Manufacturing in S5 Mechanical Engineering. സോ ഗ്രൈൻഡിങ് മെഷീൻസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അത് യൂസ് ചെയ്യുന്നതെന്നുള്ള. ഗ്രൈൻഡിങ് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു മെറ്റീരിയൽ റിമൂവൽ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ അത് ഉരച്ച് നമുക്ക് ആ ഒരു മെറ്റീരിയലിനെ ഫൈൻ പാർട്ടിക്കിൾസ് ആയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. സോ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡിങ് ഈസ് ബേസിക്കലി എ മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ മീൻസ് ഓഫ് അബ്രസീവ് പാർട്ടിക്കിൾസ് റിജിഡ്ലി മൗണ്ടഡ് ഓൺ എ റൊട്ടേറ്റിംഗ് വീൽ. സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെ ആ ഒരു നോമൻക്ലിയേച്ചർ നിങ്ങൾ നോക്കിക്കുന്നത് അത് ഭയങ്കര പരിപരുക്കനായിട്ടുള്ള ഒരു ഇതാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ കല്ല് പൊടിച്ചിട്ടുള്ള ഇതുപോലെ ആയിരിക്കും അതിൽ നമ്മൾ ഗ്രൈൻഡിങ് വീലിൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സർഫസ് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ് അത് വന്നേക്കുന്നത്. ഈ അബ്രസീവ് പാർട്ടിക്കിൾസിനെ ഒരു പർട്ടിക്കുലർ ബോണ്ട് ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചെടുത്തേക്കുന്നത്. സോ ഗ്രൈൻഡിങ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ഓപ്പറേഷൻ എന്നുള്ള രീതി. അതൊരു മെറ്റൽ കട്ടിംഗ് ആയിട്ട് നമുക്ക് സ്പെസിഫിക്കലി പറയാനായിട്ട് പറ്റത്തില്ല. അതൊരു ഫിനിഷിംഗ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. സോ അവിടെ മെറ്റൽ റിമൂവൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ പറഞ്ഞ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ നമുക്ക് ബേസിക്കലി ഒരു ഫിനിഷിംഗ് ഓപ്പറേഷനാണ്. നമുക്ക് ഹൈ സർഫസ് ഫിനിഷ് വേണ്ട സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഓഫ് സർഫസ് വേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ നമുക്ക് അച്ചീവ് ചെയ്യണം. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്രൈൻഡിങ് മെഷീൻ ഗ്രൈൻഡിങ് യൂസ് ചെയ്യുന്നത് തന്നെ. സോ ഈ ഗ്രൈൻഡിങ്ങിനെ തന്നെ നമുക്കൊരു ഫിനിഷിംഗ് ഓപ്പറേഷനായിട്ട്, ബിക്കോസ് ഈ പറഞ്ഞ സർഫസ് ഫിനിഷ് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗ്രൈൻഡിങ്ങിനെ തന്നെ നമുക്കൊരു ഫിനിഷിംഗ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഫോമായി വരുന്ന ചിപ്സ്, നേരത്തെ ഉള്ള ചിപ്സ് നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ പഠിച്ചായിരുന്നു ചിപ്സ് ഫോർമേഷൻ നടക്കുന്നത്. ഇവിടെ വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഈ ചിപ്സ് നമുക്ക് ഇവിടെ ഫോം ആവുന്നത്. അതിൻ്റെ മാക്സിമം ഡയമെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 to 0.50 മില്ലിമീറ്റർ എന്നുള്ളതാണ് വരുന്നത്. സോ ഇത് നമുക്ക് മാക്സിമം ആക്യുറസി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് 0.000025 മില്ലിമീറ്റർ വരെയുള്ള ആക്യുറസി നമുക്ക് ഈ പറഞ്ഞ ഗ്രൈൻഡിങ് ഓപ്പറേഷൻ വഴി നമുക്ക് ആ ഡയമെൻഷണൽ ആക്യുറസി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെയാണ് ഈ പറഞ്ഞ ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസ്, എക്സാക്ട്ലി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസ് വേണം, കോണിക്കലായിട്ടുള്ള സർഫസ്, സിലിണ്ട്രിക്കലായിട്ടുള്ള സർഫസ്, ഇതിൻ്റെയൊക്കെ സർഫസുകൾ നല്ല സർഫസ് ഫിനിഷോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ലെയ്ത്തിലും ബാക്കിയുള്ളതിലൊക്കെ മെഷീൻസിലൊക്കെ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾസ് ഉണ്ട്. മെയിൻലി സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾസ് വരുന്നത്. ആ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾസ് കുറേ യൂസേജ് കൊണ്ട് അതിൻ്റെ ആ ഒരു ഷാർപ്നെസ്സിന് തേയ്മാനം സംഭവിക്കും. അങ്ങനെ ഒരു ഇത് വരുമ്പോഴും നമ്മൾ അതിനെ വീണ്ടും ഷാർപ്പൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഗ്രൈൻഡിങ് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഹാർഡ് സർഫസ് മെഷീൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ത്രെഡ് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് ഗ്രൈൻഡിങ് മെഷീൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്കിനെ റിജിഡായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്, പിന്നെ സ്കില്ല് അധികം ഏതൊരു ഓപ്പറേറ്റർക്കും നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ലെയ്ത്തിലും ത്രെഡ് കട്ടിങ്ങും ബാക്കിയുള്ളതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് പഠിച്ച് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ആർക്ക് വേണം ഒരുവിധം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ഗ്രൈൻഡിങ് മെഷീന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡയമീറ്റേഴ്സ് ഉള്ള ഒരു വർക്ക് പീസൊക്കെ ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ സെൻറ്റർലെസ് ഗ്രൈൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓവർ വരുമ്പോഴത്തേക്കും വർക്ക് പീസ് മാറ്റി വയ്ക്കുന്നതിന് ഒരുപാട് ടൈം എടുക്കാറുമുണ്ട്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൈൻഡിങ് എന്നുള്ളത് ഇതാണ്. ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാം. അതിൽ ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ ഒരു നോമൻക്ലിയേച്ചർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഈ ഇതിൽ കൂർത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. ഓക്കെ, ഈ ഗ്രൈൻഡിങ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഗ്രൈൻഡിങ് വീലിൻ്റെ അടിയിൽ കൂടെ വർക്ക് പീസിനെ നമ്മൾ പാസ് ചെയ്ത് വിടുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കൂർത്തിരിക്കുന്ന പാർട്ടിക്കിൾസ് അവിടെ ഈ ഇതിൻ്റെ സർഫസിനെ മെഷീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ വർക്ക് പീസ് നമ്മൾ
ഫീഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫീഡ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ വർക്ക് പീസിൻ്റെയും ഈ പറഞ്ഞ ഗ്രൈൻഡിങ് വീലിൻ്റെയും ഒരു റബ്ബിങ് കൊണ്ടാണ് അവിടെ ഒരു മെറ്റൽ റിമൂവൽ നടക്കുന്നത്. സോ ഈ ഗ്രൈൻഡിങ് വീലിലെ അബ്രസീവ് പാർട്ടിക്കിൾസ്, ഈ കൂർത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ അബ്രസീവ് പാർട്ടിക്കിൾസ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് വരുന്ന ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. സോ ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് ഗ്രൈൻഡിങ് ആണുള്ളത്? ബേസിക്കലി നമുക്ക് ഗ്രൈൻഡിങ് ഓപ്പറേഷനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റഫ് ഗ്രൈൻഡിങ്, രണ്ടാമത്തത് പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ റഫ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടുതൽ മെറ്റീരിയൽ റിമൂവൽ നടക്കേണ്ട സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ റഫ് ഗ്രൈൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള സർഫസ് ഫിനിഷ്, എക്സാക്റ്റ് ആയിട്ടുള്ള ഡയമെൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മെറ്റൽ റിമൂവൽ നടത്തിയാൽ മതി എന്നുള്ളതാണെങ്കിൽ നമ്മളതിനെ പ്രിസിഷൻ ഗ്രൈൻഡിങ് എന്നാണ് പറയുന്നത്. സോ ഈ പറഞ്ഞ റഫ് ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ആക്യുറസി വരുന്നില്ല, അവിടെ മെറ്റൽ റിമൂവൽ കൂടുതലായിരിക്കും, അവിടെ സർഫസ് ഫിനിഷ് എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പ്രിസിഷൻ ഗ്രൈൻഡിങ്ങിലാണെങ്കിൽ ഈ പറഞ്ഞ ഡയമെൻഷണൽ ആക്യുറസി നമുക്ക് വളരെ കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. കൂടാതെ സർഫസ് ഫിനിഷ്, നമുക്ക് ഹൈ സർഫസ് ഫിനിഷ് ലഭിക്കുകയും ചെയ്യും. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻസ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒന്ന് റഫ് ഗ്രൈൻഡേഴ്സ്. റഫ് ഗ്രൈൻഡേഴ്സിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫ്ലോർ സ്റ്റാൻഡേർഡ് ഗ്രൈൻഡേഴ്സ്, ബെഞ്ച് ഗ്രൈൻഡേഴ്സ്, പോർട്ടബിൾ ഗ്രൈൻഡേഴ്സ്, അബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡേഴ്സ്, സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡേഴ്സ്, ഇൻറ്റേർണൽ ഗ്രൈൻഡേഴ്സ്, ചക്കിംഗ് ടൈപ്പ് ഗ്രൈൻഡേഴ്സ്, പ്ലാനറ്ററി ടൈപ്പ് ഗ്രൈൻഡേഴ്സ്, സെൻറ്റർലെസ് ഗ്രൈൻഡേഴ്സ്, പ്രിസിഷൻ ഗ്രൈൻഡേഴ്സ് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് അത് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡേഴ്സ്. അതിൽ തന്നെ നമുക്ക് സെൻറ്റർ ടൈപ്പ് പ്ലെയിൻ ഗ്രൈൻഡേഴ്സ്, സെൻറ്റർ ടൈപ്പ് യൂണിവേഴ്സൽ ഗ്രൈൻഡേഴ്സ്, സെൻട്രൽ ഗ്രൈൻഡേഴ്സ്. അടുത്ത വരുന്നത് സർഫസ് ഗ്രൈൻഡേഴ്സ് എന്നുള്ളതാണ്. അതായത് റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ടൈപ്പ് ഗ്രൈൻഡേഴ്സ്, റോട്ടറി ടേബിൾ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ഗ്രൈൻഡേഴ്സ്, റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ വെർട്ടിക്കൽ സ്പിൻഡിൽ ടൈപ്പ് ഗ്രൈൻഡേഴ്സ്, റോട്ടറി ടേബിൾ വെർട്ടിക്കൽ സ്പിൻഡിൽ. സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പേരുകൾ പഠിക്കാൻ എളുപ്പമാണ്. ഓരോ സ്പിൻഡിലിൻ്റെ ആ ഒരു വരുന്ന ഏത് ഇതിലാണ് വരുന്നതെന്നുള്ളതിനെയും ആ ടേബിളിൻ്റെ ഇതും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത് തന്നെ. അടുത്ത വരുന്നത് ടൂൾ ആൻഡ് ഗ്രൈൻഡേഴ്സ് എന്നുള്ളതാണ്. അത് യൂണിവേഴ്സൽ ടൈപ്പ്, വെർട്ടിക്കൽ സ്പിൻഡിൽ, അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സ്പെഷ്യൽ ഗ്രൈൻഡേഴ്സ് വരുന്നുണ്ട്. റോൾ ഗ്രൈൻഡിങ് മെഷീൻ, ക്രാങ്ക് ആൻഡ് പിൻ ക്യാം ഗ്രൈൻഡിങ് മെഷീൻ, ഹോണിങ് ആൻഡ് ലാപ്പിംഗ്, സൂപ്പർ ഫിനിങ് ഗ്രൈൻഡിങ് മെഷീൻ. സോ അങ്ങനെയുള്ള രീതിയിൽ ഇതിൻ്റെ സ്പെഷ്യൽ പർപ്പസും വരുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് സാധാരണ കോമൺലി നമ്മൾ കണ്ടുവരുന്ന ഫ്ലോർ സ്റ്റാൻഡ് ബെഞ്ച് ഗ്രൈൻഡേഴ്സ് എന്നുള്ളതാണ് നമ്മൾ കോമൺലി പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് കോമൺലി കണ്ടുവരുന്ന ഒരു ഗ്രൈൻഡിങ് മെഷീനാണ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ ഒരു ടൂൾ റൂമിലും നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു ഗ്രൈൻഡിങ് മെഷീൻ. ഇത് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസിൻ്റെ ഷാർപ്പനിങ് കൂട്ടാൻ വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ടാണ് ഇത് സാധാരണ കോമൺലി യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു ജനറൽ വർക്ക്ഷോപ്പിലും ഫൗണ്ടറീസും ടൂൾ റൂം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് കാണാൻ പറ്റും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു ഹൊറിസോണ്ടൽ സ്പിൻഡിലുണ്ട്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഹൊറിസോണ്ടൽ സ്പിൻഡിൽ വരുന്നുണ്ട്. സോ അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് രണ്ട് ഗ്രൈൻഡിങ് വീലും വരുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഇതിൽ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ബെഞ്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിലോ നമുക്കത് കൺവീനിയൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഇത് സാധാരണ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത് ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ഒരു സെർട്ടൺ ഹൈറ്റ് നമുക്ക് ആ മെഷീൻ ചെയ്യണം. ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ഹൈറ്റ് വളരെ കുറവുള്ളൊരു മെഷീനാണ്. സോ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവലിലായിരിക്കും അത് ഫിക്സ് ചെയ്ത് വയ്ക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ഇതാ ഒരു ഇതിൻ്റെ പുറത്ത് ഫിക്സ് ചെയ്ത് വച്ചേക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡിങ് വീല് രണ്ട് എൻഡിൽ വരുന്നുണ്ട്, രണ്ട് സ്ഥലത്തും സേഫ്റ്റി സ്ക്രീൻ വരുന്നുണ്ട്, വർക്ക് റെസ്റ്റ് വരുന്നുണ്ട്, ബേസ് ഉണ്ട്, ബോഡി ഉണ്ട്. ഈ ബോഡിക്കകത്താണ് ഈ സ്പിൻഡിൽ വരുന്നത്. ഈ സ്പിൻഡിലിൻ്റെ രണ്ട് എൻഡിലായിട്ടാണ് ഗ്രൈൻഡിങ് വീല് മൗണ്ട് ചെയ്തേക്കുന്നത്. അടുത്തത് പോർട്ടബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഗ്രൈൻഡേഴ്സ് എന്നുള്ളതാണ്. ഈ പോർട്ടബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നിങ്ങളൊക്കെ ഈ ഷീറ്റ് മെറ്റലിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും. ഈ ഗേറ്റിൻ്റെയൊക്കെ വെൽഡിങ് ഓപ്പറേഷനും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അവർ പോർട്ടബിളായിട്ട് കൊണ്ടുവന്ന് അവർ വെൽഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ടാണ് ഈ പോർട്ടബിൾ ആൻഡ് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ് ഗ്രൈൻഡിങ് മെഷീൻ എന്നുള്ള യൂസ് ചെയ്യുന്നത്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓൾമോസ്റ്റ് സിമിലർ ടു ദ ഡ്രില്ലിംഗ് മെഷീനാണ്. ഡ്രില്ലിംഗ് മെഷീൻ്റെ ആ ഒരു വർക്കിംഗ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. അതിന് ഡ്രിൽ ബിറ്റിന് പകരം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൈൻഡിങ് വീല്, ഒരു ബ്ലേഡ് ആയിരിക്കും അതിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഷീറ്റ് മെറ്റൽ വർക്ക്, റഫ് ഗ്രൈൻഡിങ്, കാസ്റ്റിങ്, വെൽഡിങ് ചെയ്ത സ്ഥലങ്ങൾ അവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇതിനൊരു ലോങ് കേബിൾ ഉണ്ടാകും, എന്നാലേ നമുക്കിത് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് നടന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇത് മെയിൻലി റഫിങ്, സ്നാഗിങ്, ഡീബറിങ് ഇങ്ങനെയുള്ള വർക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ എന്നുള്ളതാണ്. ഈ സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു 2 to 3 മീറ്റർ ലെന്ത് ഉണ്ടാകും. അതൊരു സസ്പെൻഷൻ ടൈപ്പ് ആയിരിക്കും വരുന്നത്. അതിനൊരു സ്വിംഗ് ആം പോലെ ഉണ്ടാവും. സോ ആ സ്വിംഗ് ആമിൻ്റെ എൻഡിലായിരിക്കും ഈ പറഞ്ഞ ഗ്രൈൻഡിങ് വീല് വരുന്നത്. ആ ഗ്രൈൻഡിങ് വീലിൽ ഒരു മോട്ടറെല്ലാം അറ്റാച്ച് ചെയ്ത് ആ ഗ്രൈൻഡിങ് വീല് റൊട്ടേറ്റ് ചെയ്യും. ഇതൊരു ഹെവി ടൈപ്പ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്വിംഗ് ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സ്വിംഗ് ആം വരുന്നുണ്ട്. ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു സ്വിംഗ് ആമാണ് ഇത് വന്നേക്കുന്നത്. സോ അതിൻ്റെ താഴെയാണ് ഇതൊരു ഹെവി ടൈപ്പ് ഗ്രൈൻഡ് മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി അത് യൂസ് ചെയ്യുന്നത് ഹെവി വർക്ക് പീസസ് ഒക്കെ മെഷീൻ ചെയ്ത് വെൽഡ് ചെയ്തൊക്കെ ഒന്ന് മെഷീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് അബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡേഴ്സ് എന്നുള്ളതാണ്. ഈ അബ്രസീവ് ബെൽറ്റ് ഗ്രൈൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ബെൽറ്റ് ടൈപ്പാണ് വരുന്നത്. അതിൻ്റെ പുറം ഭാഗത്ത് ഈ അബ്രസീവ് ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയലാണ് അത് വന്നേക്കുന്നത്. അതിൽ ഈ പറഞ്ഞ സ്ട്രിപ്പിൽ ഈ പറഞ്ഞ അബ്രസീവ് പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയായിരിക്കും. സോ അത് ഈ പറഞ്ഞ ബെൽറ്റ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഈ ഒരു വർക്ക് പീസിനെ നമ്മൾ ഹിറ്റ് ചെയ്യിക്കുന്നു. അതുവഴി അത് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ. ഇത് സാധാരണ ലൈറ്റ് ഗ്രൈൻഡിങ് ആണ് സാധാരണ വരുന്നത്. പോളിഷിംഗ് വർക്ക്, ഫിനിഷിംഗ് വർക്ക് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ പറഞ്ഞ ബെൽറ്റ് ടൈപ്പ് ഗ്രൈൻഡേഴ്സിൻ്റെ. ഇതിൽ വർക്ക് പീസ്, ടേബിളിൽ നമ്മൾ ഈ പറഞ്ഞ ബെൽറ്റ്, അബ്രസീവ് ബെൽറ്റ് ഉണ്ട്. അതിന് ബെൽറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു സപ്പോർട്ടിംഗ് പ്ലേറ്റ് ഉണ്ട്. സോ അവിടെ വർക്ക് പീസ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ പുള്ളി മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഈ ബെൽറ്റിൻ്റെ പുറം ഭാഗം വരുന്നതിൽ അബ്രസീവ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. അതുവഴി നമുക്ക് ഈ പറഞ്ഞൊരു ഗ്രൈൻഡിങ് ഓപ്പറേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് അല്ലെങ്കിൽ സെൻറ്റർ ടൈപ്പ് മെഷീൻസ് എന്നുള്ളത്, സിലിണ്ട്രിക്കൽ ടൈപ്പ് ഗ്രൈൻഡർ എന്നുള്ളതാണ്. സോ ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേപ്പേർഡ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കലായിട്ടുള്ള വർക്ക് പീസസ്, ടേപ്പേർഡ് ആയിട്ടുള്ള വർക്ക് പീസസ്. സോ ഇതിനൊക്കെ മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് അല്ലെങ്കിൽ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇതിനെ തന്നെ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്ങിനെ. ഒന്ന് സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ്ങും രണ്ടാമത്തത് സെൻറ്റർലെസ് ടൈപ്പ് ഗ്രൈൻഡിങ്ങും എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുമുണ്ട്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ 2 സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും പോലെ നമ്മൾ ലെയ്ത്തിലുള്ളത് പോലെ തന്നെ ഇതിലും ഉണ്ടാവും. സോ അതിൻ്റെ ഇടയ്ക്കാണ് ഈ വർക്ക് പീസിനെ നമ്മൾ ഈ ഒരു ഷാഫ്റ്റ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കലായിട്ടുള്ള വർക്ക് പീസ്, ടേപ്പേർഡ് ആയിട്ടുള്ള വർക്ക് പീസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ അതിൻ്റെ സൈഡിലായി വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ എന്നുള്ളതാണ്. ഈ സ്വിംഗ് ഫ്രെയിം ഗ്രൈൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു 2 to 3 മീറ്റർ ലെന്ത് ഉണ്ടാകും. അതൊരു സസ്പെൻഷൻ ടൈപ്പ് ആയിരിക്കും വരുന്നത്. അതിനൊരു സ്വിംഗ് ആം പോലെ ഉണ്ടാകും. സോ ആ സ്വിംഗ് ആമിൻ്റെ എൻഡിലായിരിക്കും ഈ പറഞ്ഞ ഗ്രൈൻഡിങ് വീല് വരുന്നത്. ആ ഗ്രൈൻഡിങ് വീലിൽ ഒരു മോട്ടറെല്ലാം അറ്റാച്ച് ചെയ്ത് ആ ഗ്രൈൻഡിങ് വീല് റൊട്ടേറ്റ് ചെയ്യും. ഇതൊരു ഹെവി ടൈപ്പ് എന്നുള്ള രീതിയിലും ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. സോ ഇത് നിങ്ങൾ ആ ലെയ്ത്തിൻ്റെ പോലെ തന്നെ സിമിലർ ആയിട്ട് ഇതിന് ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വീൽ ഹെഡ് വരുന്നുണ്ട്. അതിലാണ് ഈ ഗ്രൈൻഡിങ് വീല് വന്നേക്കുന്നത്. ഈ വീൽ ഹെഡിനെ നമുക്ക് ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. സോ അത് എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഷാഫ്റ്റ് പോലെയുള്ള ഇതിനെ നമുക്ക് മെഷീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇത് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അടുത്ത വരുന്നത് പ്ലെയിൻ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡർ എന്നുള്ളതാണ്. ഈ പ്ലെയിൻ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡർ എന്ന് പറയുന്നത് സിമിലർ ടു ലെയ്ത്ത് പോലെ തന്നെയാണ്. സോ അതിനും ഈ പറഞ്ഞ ബേസ്, ടേബിൾ, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, വീൽ ഹെഡ് എന്നുള്ളത് വരുന്നുണ്ട്. സോ ഇവിടെയും ഈ ടെയിൽ സ്റ്റോക്കിൻ്റെ ഹെഡ് സ്റ്റോക്കിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഈ പറഞ്ഞ വർക്ക് പീസിനെ വയ്ക്കുന്നത്. അതിനെ ഒരു ഡോഗ് പ്ലേറ്റ് അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അത് ഗ്രൈൻഡിങ് വീലിനെ ഒരു മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഈ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്
ഡയറക്ഷനിൽ നമ്മൾ ഗ്രൈൻഡിങ് വീലിനെ നമ്മൾ മൂവ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഡെപ്ത് ഓഫ് കട്ട് ഒരു 0.25 to 0.125 മില്ലിമീറ്റർ കിട്ടണം റഫ് ഗ്രൈൻഡിങ് എന്നുള്ളതൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 0.125 to 0.0265 മില്ലിമീറ്റർ വരെ ഫിനിഷിംഗ് ഓപ്പറേഷൻ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ 0.25 to 0.75 ടൈംസ് ഓഫ് ദ വീൽ ഫേസ് വിഡ്ത്ത് ആണ് ഇതിന് വരുന്നത്. സോ ഇതിൻ്റെ വീൽ സ്പീഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 1500 RPM to 200 RPM ആണ് ഇതിൻ്റെ വരുന്നത്. അടുത്തത് യൂണിവേഴ്സൽ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡർ എന്നാണ്. ഈ യൂണിവേഴ്സൽ സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ അതൊരു വെർസറ്റൈൽ ആയിട്ടുള്ളൊരു ഗ്രൈൻഡിങ് മെഷീനാണ്. ഇതിൽ വർക്ക് ഹെഡ് ഉണ്ട്, ഇതിൽ സ്വിവൽ ബേസ് വരുന്നുണ്ട്. സോ ഈ സ്വിവൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് ഇവിടെ ലഭിക്കും. വർക്ക് ഹെഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഹെഡ് ഉണ്ടാകും. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ആയിരിക്കും ഉള്ളത്. അത് 3 ജോ ചക്ക് അല്ലെങ്കിൽ 4 ജോ ചക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ സിലിണ്ട്രിക്കൽ ട്രാൻസ്വേഴ്സ് ഗ്രൈൻഡിങ്, ഫോം ഗ്രൈൻഡിങ്, പ്ലഞ്ച് സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്, ടേപ്പേർഡ് ഗ്രൈൻഡിങ്, ഫേസ് ഗ്രൈൻഡിങ്, ഇതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. പ്ലഞ്ച് സെൻറ്റർ ടൈപ്പ് ഗ്രൈൻഡിങ് എന്നുള്ളതാണ് അടുത്ത വരുന്ന ഒരു മെഷീന്, ഗ്രൈൻഡിങ് മെഷീന്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീല് പ്ലഞ്ച് ചെയ്തേക്കുന്ന ഒരു പ്രീ ഡിറ്റർമിൻഡ് ഫീഡ് റേറ്റ് അനുസരിച്ചാണ് ഇവിടെ ഇതിൻ്റെ ഫീഡ് കൊടുക്കുന്നത്. സോ അതിനനുസരിച്ച് ഈ ഒരു ആംഗിളിൽ അവിടെ അതിൻ്റെ ഇത് ചെയ്ത് ഈ വീലിനെ നമ്മൾ പ്ലഞ്ച് ചെയ്ത് വച്ചേക്കുകയായിരിക്കും ചെയ്യുന്നത്. സോ ഇതിന് ആംഗുലർ വീൽ സ്ലൈഡ് ആൻഡ് സ്ട്രെയിറ്റ് പ്ലഞ്ച് ഗ്രൈൻഡിങ് മെഷീൻസ് എന്നുള്ള രീതിയിൽ 2 ടൈപ്പിൽ ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് സാധാരണ ഒരു ഹൈ വോളിയം പ്രൊഡക്ഷൻ മെഷീൻസ് എന്നുള്ള രീതിയിൽ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ.